സർ ഇപ്പൊ അടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഫ്ലുവൻസർ ഡാൻസ് ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കൈ ഫ്രോസ് ആയി. പിന്നെ അയാൾക്ക് മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുഖം മൊത്തം കരയാനൊക്കെ തുടങ്ങി. അപ്പൊ അതെന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാനും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ വീഡിയോയിൽ സംഭവിക്കുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എപ്പിസോഡാണ്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഒരു സോക്കറ്റ് ഉണ്ടാവും, അതിൽ പിടിച്ചു വെക്കുന്ന ഒരു ബോൾ, ഹ്യൂമറൽ ഹെഡ് സോക്കറ്റിൽ ഫിക്സ് ചെയ്യുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആയ ഷോൾഡർ ജോയിന്റ്. ആ ഷോൾഡർ ജോയിന്റിലെ ഈ ബോൾ പുറത്ത് ചാടുന്നതിനാണ് നമ്മൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ കൂടുതലുള്ള ഷോൾഡർ ഡിസ്ലൊക്കേഷൻ മിക്കവാറും ഈ ഒരാൾക്ക് വലിയൊരു ഇഞ്ചറി ഇല്ലാതെ വലിയൊരു ഫോഴ്സ് ഇല്ലാതെ തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആവുന്നത് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ ആൾക്ക് മിക്കവാറും ഒരു റിക്കറൻ്റ് ആയിട്ടുള്ള ഷോൾഡർ ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഈ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ മുൻഭാഗത്തുള്ള ലിഗമെൻറ്റും ലാബ്രം സ്റ്റെബിലൈസ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലിഗമെൻറ്റ്, ലാബ്രം, മസിൽസ് അതൊക്കെ കുറച്ച് വീക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു അബ്ഡക്ഷൻ എക്സ്റ്റേണൽ റൊട്ടേഷൻ ഈ ഒരു പൊസിഷനിൽ പ്രത്യേകിച്ച് വോളിബോൾ പ്ലേയേഴ്സ്, ബാഡ്മിൻ്റൺ പ്ലേയേഴ്സിലൊക്കെ ഈ ഒരു ഓവർ ഹെഡ് പൊസിഷൻസിൽ ഈ ലിഗമെൻ്റൊക്കെ വീക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോൾ മുമ്പിലേക്ക് ചാടിപ്പോകും. അതാണ് ആക്ച്വലി ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ സംഭവിക്കുന്നത്.